PM നിയാസ്, അത് തന്നെയാണ്. അതായത് ഈ രാഷ്ട്രീയ ചാതുര്യം കോൺഗ്രസിനും ഉപയോഗിക്കാവുന്നതല്ലേ ഉള്ളൂ. പക്ഷേ എത്തിപ്പിടിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കൂപ്പുകുത്തുകയല്ലേ. പിന്നീട് മറുഭാഗം നോക്കി ന്യായവാദങ്ങൾ ഉയർത്തിയിട്ട് കാര്യമുണ്ടോ? നോക്കൂ, എന്തായത് യുവരാജ് പറഞ്ഞതിന് മറുപടിയല്ലേ ഞാൻ പറഞ്ഞത്. യുവരാജ് എന്താ പറഞ്ഞത്? ജനാധിപത്യത്തിൽ വലിയ ജനാധിപത്യ ഭൂരിപക്ഷ അഭിപ്രായങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അവിടെ ഞാൻ പറയുന്നത് ഇപ്പോഴും ഞാൻ പറയാം, നിയമ പരിരക്ഷ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു. അതിലെന്താണ്, പ്രീ പോൾ അലയൻസ് ഉണ്ടെങ്കിൽ അവരെ വിളിക്കണം. അല്ല എങ്കിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയെ ക്ഷണിക്കണം. നിങ്ങൾ ക്ഷണിച്ചോ ഗോവയിൽ? ഇല്ലല്ലോ. നിങ്ങൾ ക്ഷണിക്കാതെ ഈ പണം കൊടുത്തും മറ്റു രീതിയിലുമൊക്കെ ഈ ഒറ്റക്കക്ഷികളെയും അതുപോലെ സ്വതന്ത്രരെയും കൂട്ടുപിടിക്കാനുള്ള അവസരം BJPക്ക് കൊടുക്കുന്നത് വരെ അവിടെയുള്ള ഗവർണർ ഒറ്റക്കക്ഷിയായ കോൺഗ്രസിനെ ക്ഷണിച്ചില്ല. അതാ ഞാൻ പറഞ്ഞത്, അല്ലാതെ മറ്റൊന്നുമല്ല പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനം നിങ്ങൾ നേരത്തെ അവകാശപ്പെട്ടതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അല്ലെങ്കിൽ നിങ്ങളെ ഒന്നും നന്നാക്കാൻ ഇനി രണ്ടാമത്തെ അതെന്തുകൊണ്ട് അവലംബിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. വീണ്ടും വീണ്ടും പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്ന തരത്തിലേക്കാണല്ലോ കോൺഗ്രസ് ഇങ്ങനെ നീങ്ങുന്നത്. കോൺഗ്രസ് മാത്രമല്ല, BJP അല്ല കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ഡിവൈഡ് ആൻഡ് റൂള് എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്തെ അടക്കി ഭരിച്ച ബ്രിട്ടീഷ് വാദികളുടെ അതേ നയമാണ് നിങ്ങൾ ജയിച്ചിരുന്നത്, പ്രതിപക്ഷത്തെ വിഘടിപ്പിക്കുക. അത് മഹാരാഷ്ട്രയിൽ സംഭവിച്ചു. അതിൻ്റെ ഗുണം നിങ്ങൾക്കും നഷ്ടം പ്രതിപക്ഷത്തിനും ഉണ്ടായി. ആ കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇവിടെ അദ്ദേഹം പറഞ്ഞത് പിന്നെ ഉദ്ധവ് താക്കറെയെ കുറിച്ചൊക്കെ അങ്ങ് പറഞ്ഞു. JDUയെ നിങ്ങൾ മാറ്റി നിർത്തിയാൽ JDU ആരാണ്? JDUയുടെ നിതീഷിനെ നിങ്ങൾ മാറ്റി നിർത്തിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവിടെ മുന്നോട്ട് പോകാൻ ഇപ്പോഴും കഴിയില്ല, അപ്പോഴും കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ JDUവിന് നിങ്ങൾ ബീഹാറിൽ അവസരം കൊടുക്കുന്നത്. ഈ ഉദ്ധവ് താക്കറെയെ മാറ്റി നിർത്തിയാലും മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നിങ്ങൾ വിചാരിച്ചു. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നത്, അതെൻ്റെ വിഷയവുമല്ല. മഹാരാഷ്ട്രയിൽ ഉണ്ടായ സംഭവങ്ങൾ അത് ഞങ്ങൾ ഗൗരവതരമായി തന്നെ കാണുന്നു. UDF കേരളത്തിൽ ഒരു മുന്നണിയായി നിന്നാൽ കിട്ടുന്ന ഗുണം, അതേപോലെ മുന്നണിയായി ഇന്ത്യയിൽ നിന്നാൽ കിട്ടുന്ന ഗുണം ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെട്ടേ മതിയാവും. ഇപ്പോൾ ഈ യുവരാജ് പറഞ്ഞല്ലോ, ഞങ്ങളെ പഠിപ്പിക്കണം. ഞങ്ങളെയല്ല യുവരാജെ പഠിപ്പിക്കേണ്ടത്, നിങ്ങളെ നേതൃത്വത്തെ പഠിപ്പിക്കേണ്ടത്. എന്നാൽ ചാർസ് ഓഫ് ബീസ് അല്ലേ പറഞ്ഞത്? 400 സീറ്റുമായി നിങ്ങൾ പോയില്ലേ? എന്തേ 240 പോയത്? ഞങ്ങളല്ലല്ലോ. 400 സീറ്റ് വരുമെന്ന് പറഞ്ഞാൽ 240 പോയത് ഞങ്ങളാണോ? നിങ്ങളാണോ ഞങ്ങളെ പഠിപ്പിക്കേണ്ടത്? നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ പിറകോട്ടാണ് പോകുന്നത്. ജയപ്രസാദ്, ഒരു മിനിറ്റിൽ എന്തായാലും എന്തെല്ലാം ഘടകങ്ങളാണ് BJPയെ തുണച്ചത് എന്നുള്ളത് നമ്മൾ വിലയിരുത്തിയതാണ്. വികസന രാഷ്ട്രീയം തന്നെയാണ് പരമപ്രധാനം. എന്തായാലും ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ സ്വീകരിക്കുന്നു. അത് ട്രിപ്പിൾ എഞ്ചിൻ ആവുമെങ്കിൽ ഒന്നുകൂടി നല്ലത് എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണോ? ജനം ഇപ്പോൾ പുതിയ ഓരോ തലമുറ കടക്കുമ്പോഴും അവർ കൃത്യമായ വിലയിരുത്തലുകൾ നടത്തുന്നു എന്നുള്ളതിന്റെ നേർസാക്ഷ്യമാകുകയാണോ? ഇല്ല, പുതിയ തലമുറ അല്ലെങ്കിൽ യുവാക്കൾ അവരൊരു ആസ്പിറേഷണൽ പൊളിറ്റിക്സിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പം അവരുടെ ജീവിത സാഹചര്യങ്ങളും വികസനവും തൊഴിലും അത് രാജ്യം നേരിടുന്ന അഭിവൃദ്ധിയിലുമൊക്കെയാണ് അവർക്ക് കൂടുതൽ നൽകുന്നത്. അത് കോൺഗ്രസ് ഇനി അത് പഠിക്കുന്നില്ലെന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞ ഒരു ചരിത്രം ഒന്ന് ഞാൻ തിരുത്തുകയാണ്. 67-ൽ 9 സംസ്ഥാനങ്ങളിൽ സംയുക്ത വിധായക് ദൾ ഗവൺമെൻറ്റുകൾ വന്നിരുന്നു. അതിൽ കേരളവും പശ്ചിമ ബംഗാളും ഒഴിച്ചു കഴിഞ്ഞാൽ, കേരളവും തമിഴ്നാടും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മിക്ക സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അട്ടിമറിച്ച ഗവൺമെൻറ്റുകളെ. 79-ൽ ജനതാ പാർട്ടി ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് തന്നെ ചരൺ സിംഗിനെ പ്രധാനമന്ത്രിയാക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു. അതുപോലെ VP സിംഗിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചന്ദ്രശേഖരനെ പ്രധാനമന്ത്രിയാക്കുന്നതും കോൺഗ്രസ് ആയിരുന്നു. 81-ൽ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് കോൺഗ്രസ് എയും ആൻ്റണിയുടെ കോൺഗ്രസും മാണി ഗ്രൂപ്പിനെയും എടുത്തുകൊണ്ട് കരുണാകരൻ ഗവൺമെൻറ് ഉണ്ടാക്കി സാഹചര്യമുണ്ട്. അത് ഏതാണ്ട് 90 ദിവസത്തിനുള്ളിൽ ആ ഗവൺമെൻറ് 70 ദിവസത്തിനുള്ളിൽ ആ ഗവൺമെൻറ് താഴെ പോയി. ലോനപ്പന്നമ്പാടൻ കൂറുമാറിയതിൻ്റെ പോയി. ആ തരത്തിൽ കോൺഗ്രസ് കാണിച്ചിട്ടുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഇത് പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ഭരണകൂടത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും വീക്ക്നെസ്സിനെയും എതിർപക്ഷം ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. കാരണം അതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രത്യേക മേന്മയോ കോൺഗ്രസിന് 1% പോലും അവകാശപ്പെടാൻ കഴിയില്ല. കാരണം ഇതിനെല്ലാം മുൻഗാമിയായിട്ടുള്ളത് കോൺഗ്രസ്സാണ്. BJP അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന നമ്പർ വളരെ കുറവാണ്.